കെ.സി. വേണുഗോപാൽ മാധ്യമങ്ങളെ കാണുന്നു. ദൃശ്യങ്ങളിലേക്ക്. ഞങ്ങളുടെ മുന്നണി മാത്രമല്ല, എല്ലാവരും ചിന്തിക്കുന്നത് നമ്മുടെ ഇന്ത്യൻ ഡെമോക്രസി വളരെ കടുത്ത പ്രതിസന്ധിയിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് അതിനെതിരായിട്ടുള്ള ശക്തമായ മുന്നേറ്റമാണ്. അപ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെയും സോണിയാഗാന്ധിക്കെതിരെ കേസെടുക്കും. ഈ കേസൊന്നും കൊണ്ട് പേടിപ്പിക്കേണ്ട കാര്യമില്ല. ഞങ്ങൾ ഒരുപാട് കേസ് കണ്ടതാണ്. ശശി തരൂർ എപ്പോഴും വ്യത്യസ്തമായ നിലപാടുകളാണ് സ്വീകരിക്കുന്നത്. കഴിഞ്ഞ ദിവസവും നരേന്ദ്രമോദിയെ പുകഴ്ത്തിക്കൊണ്ടൊക്കെ അദ്ദേഹം സംസാരിച്ചു. അത് അപ്പോഴല്ലേ നിങ്ങൾ കോൺഗ്രസിന്റെ ഒരു ജനാധിപത്യത്തിന്റെ ബ്യൂട്ടി കാണേണ്ടത്? ഞാൻ ചോദിച്ചോട്ടെ, BJP-യിൽ നിന്നുകൊണ്ടാണ് ഇങ്ങനെ രാഹുൽ ഗാന്ധിയെ എങ്ങനെ പോഴ്ത്തിയിരുന്നെങ്കിൽ ഒരു സെക്കൻഡ് BJP-യിൽ നിൽക്കാൻ പറ്റുമായിരുന്നോ? CPM-ൽ നിൽക്കുന്ന ഒരാൾക്ക് ഇങ്ങനെ പറയാൻ പറ്റുമോ? ദാറ്റ് ഈസ് ദ ബ്യൂട്ടി ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ജനാധിപത്യത്തിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൊടുക്കുന്ന ഫ്രീഡം ഓഫ് ഇതുണ്ടല്ലോ. അല്ല, അതും അവരുടെ സ്വാതന്ത്ര്യമാണല്ലോ. ഞാൻ പറഞ്ഞ മനസ്സിലായില്ല നിങ്ങൾക്ക്? ജനാധിപത്യത്തിൽ അഭിപ്രായങ്ങൾ പറയാനും ഡിഫർ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. പിന്നെ പറയുന്നവരാണ് തീരുമാനിക്കേണ്ടത്. എന്നെ ജയിപ്പിച്ച മഹാജനങ്ങളും പാർട്ടിയും അവരുടെ കഠിനാധ്വാനം. ആ തെരഞ്ഞെടുപ്പിൽ ഈ BJP-യും മോഡിയും എത്ര ശക്തമായിട്ടാണ് ഞാൻ എതിർത്ത് തോൽപ്പിക്കാൻ വേണ്ടി എന്ത് മലീമസമായിട്ടുള്ള രീതിയിലാണ് പ്രവർത്തിച്ചതെന്നൊക്കെ പറയുന്നവർ ശ്രദ്ധിക്കും. PM-ശ്രീ പദ്ധതിയുടെ കാര്യത്തിൽ കേരളത്തിൽ കോൺഗ്രസ് വ്യക്തമായ നിലപാട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കി പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അത് പറയുന്നവരോട് ചോദിക്കുക. അല്ല, അദ്ദേഹം ഇവിടെ പ്രചാരണത്തിന് എത്തുന്നില്ലല്ലോ കേരളത്തിലെ. ഉണ്ടായിരുന്നു അദ്ദേഹം പ്രചരണം. തിരുവനന്തപുരത്തൊക്കെ ഉണ്ടായിരുന്നല്ലോ. ആദ്യം തിരുവനന്തപുരത്തൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, താങ്ക് യു. കെ.സി. വേണുഗോപാൽ മാധ്യമങ്ങളുമായി സംസാരിക്കുകയായിരുന്നു. കേന്ദ്രത്തിനെതിരെയായിരുന്നു അദ്ദേഹം സംസാരിച്ചത്.